നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. 48 മണിക്കൂർ വരെ അധിക ചാർജ് ഇല്ലാതാകും. വിമാന ടിക്കറ്റ് റദ്ദാക്കൽ, തീയതി മാറ്റൽ. നിലവിലെ ഈ സൗകര്യം 24 മണിക്കൂർ വരെയെങ്കിൽ മെഡിക്കൽ കാരണങ്ങളാൽ റദ്ദാക്കിയില്ലെങ്കിൽ തുക മടക്കി നൽകണമെന്നും വ്യവസ്ഥയുണ്ട്. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇനി 48 മണിക്കൂർ വരെ അധിക ചാർജ് നൽകാതെ റദ്ദാക്കാനും തീയതി മാറ്റിയെടുക്കാനും അവസരം ഒരുങ്ങുന്നു. നിലവിലെ 24 മണിക്കൂർ വരെ മാത്രമാണ് ലുക്ക് ഇൻ ഓപ്ഷൻ എന്നറിയപ്പെടുന്ന ഈ സൗകര്യം ഉണ്ടായിരുന്നത്. തീരുമാനം ഉപഭോക്തൃ സമൃദ്ധമെങ്കിലും ഈ ഇളവ് എയർലൈൻ കമ്പനിയുടെ വെബ്സൈറ്റിൽ മാത്രം നേരിട്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് മാത്രമായും പരിമിതപ്പെടുത്തും. ഫലത്തിൽ മറ്റ് ബുക്കിംഗ് സൈറ്റുകൾ വഴി എടുക്കുന്ന ടിക്കറ്റുകൾക്ക് ഈ സൗകര്യം ലഭ്യമാകണമെന്ന് നിർബന്ധമില്ല. ഇത് സംബന്ധിച്ച കരട് വ്യവസ്ഥ പൊതുജന അഭിപ്രായത്തിന് വ്യോമയാന ഡയറക്ടർ ജനറൽ പ്രസിദ്ധീകരിച്ചു. നിലവിലെ ചട്ടത്തിൽ ബുക്കിംഗ് ഏത് തരത്തിലാണെന്ന് നിഷ്കർഷിച്ചിട്ടില്ല. ബുക്കിംഗ് തീയതി കഴിഞ്ഞ് 7 ദിവസം വരെയുള്ള ഫ്ലൈറ്റുകൾക്ക് ലുക്ക് ഇൻ ഓപ്ഷൻ നിലവിൽ ലഭ്യമല്ല. ഇതിലും DGCA മാറ്റം കൊണ്ടുവരികയാണ്. ആഭ്യന്തര സർവീസുകളെങ്കിൽ ബുക്കിംഗ് ദിവസം മുതൽ 5 ദിവസം വരെയും രാജ്യാന്തര സർവീസെങ്കിൽ 15 ദിവസം വരെയുള്ള യാത്രകളെങ്കിൽ സൗജന്യ റദ്ദാക്കലോ മാറ്റിയെടുക്കലോ സൗകര്യമോ ലഭിക്കില്ല. ടിക്കറ്റ് മാറ്റിയെടുക്കുകയാണെങ്കിൽ പുതിയ വിമാന ടിക്കറ്റ് കൂടുതലാണെങ്കിലും അധികമായും തുക അടയ്ക്കേണ്ടി വരുമെന്ന വ്യവസ്ഥയിൽ മാറ്റമില്ല. നവംബർ 30 വരെ അഭിപ്രായം അറിയിക്കാം. ഇമെയിൽ bksing.dgca@gov.in. അഭിപ്രായങ്ങൾ സ്വീകരിച്ച ശേഷമേ ഉത്തരവ് നടപ്പാക്കൂ. റീഫണ്ടിന് ഇനി 21 ദിവസം. നിലവിലെ ട്രാവൽ ഏജന്റ് അല്ലെങ്കിൽ ബുക്കിംഗ് പോർട്ടലുകൾ വഴി കിടക്കുന്ന ടിക്കറ്റുകൾ റദ്ദാക്കിയാൽ 30 ദിവസത്തിനകം തുക വ്യക്തിക്ക് മടക്കി നൽകിയാൽ മതി. ഇത് 21 ദിവസമായി കുറയ്ക്കും. റീഫണ്ട് ഉറപ്പാക്കേണ്ടത് ഉത്തരവാദിത്തം വിമാന കമ്പനികൾക്കാണ്. മെഡിക്കൽ കാരണങ്ങളാണ് ടിക്കറ്റ് റദ്ദാക്കുന്നതെങ്കിൽ തുക മടക്കി നൽകുകയോ തത്തുല്യമായി ക്രെഡിറ്റ് നൽകുകയോ ചെയ്യണമെന്ന പുതിയ വ്യവസ്ഥയും കരടിൽ ഉൾപ്പെടുത്തി. ബുക്കിംഗ് കഴിഞ്ഞ് 24 മണിക്കൂറിനകം ടിക്കറ്റിലെ പേര് തിരുത്തുന്നതിന് നിലവിൽ അധിക ചാർജ് ഈടാക്കില്ല. ഇത് എയർലൈൻ വെബ്സൈറ്റ് വഴി നേരിട്ടുള്ള ബുക്കിങ്ങുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.